ബേപ്പൂർ ഒരു വ്യവസായത്തിന് പുത്തൻ ഉണർവേകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനായി ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയതായും മന്ത്രി അറിയിച്ചു. ബേപ്പൂർ കക്കാടത്ത് ഒരു നിർമ്മാണശാല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ബജറ്റിൽ ഒരു വ്യവസായത്തിന് 5 കോടി രൂപ പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെടുത്തി ഒരു വ്യവസായ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, ഒരു നിർമ്മാണ വ്യവസായത്തെ ലോകത്തിന് മുൻപിൽ കൂടുതൽ പരിചയപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. വ്യവസായ വകുപ്പുമായും ധനകാര്യ വകുപ്പുമായും ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പദ്ധതി സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരുന്നു. ബഡ്ജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി അത് പറയുകയും ചെയ്തു. നമുക്കറിയാം, ഒരു വ്യവസായം, ഗുരുവിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകൾ, ബേപ്പൂരുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ മറ്റു ബന്ധങ്ങൾ, ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു നിർമ്മിക്കുന്ന ഇടമാണിത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ഒരു ഉൽപ്പന്നം വിദേശ രാജ്യങ്ങളിൽ വലിയ ട്രെൻഡാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ബേപ്പൂർ ഉരുവുമായി ബന്ധപ്പെട്ട് ബേപ്പൂർ മറീന, ഓഷ്യാനിക് സ്റ്റാലിയം എന്നിവയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്ന നില സ്വീകരിക്കാനും, ഗുരുവുമായി ബന്ധപ്പെട്ട് അത് വ്യവസായ വകുപ്പ് കൂടിയായി ചർച്ച ചെയ്തുകൊണ്ട് ടൂറിസം വകുപ്പും വ്യവസായ വകുപ്പും എല്ലാ ചർച്ചയും ചെയ്ത് മുന്നോട്ട് പോകാൻ ടൂറിസത്തിൻ്റെ ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും DDA ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് റിപ്പോർട്ട് വെച്ച് ബഡ്ജറ്റിൽ അനുവദിച്ച തുക എങ്ങനെ നമുക്ക് ചെലവഴിക്കാം, അതിന് ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവരെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതയാണ് ഉള്ളതാണ്. ഒട്ടേറെ ഏതൊക്കെ രാജ്യത്താണ് നമ്മൾ ഖത്തറിലേക്കും ഒക്കെ പിന്നെ ദുബായിലൊക്കെ കൊടുത്താണ്. അപ്പോൾ ഇവരെ കൂടി യോജിപ്പിച്ച് കൈകോർത്തുകൊണ്ട് ഈ പ്രവർത്തനം നടത്താം എന്നാണ്. പൊതുവെ ഞങ്ങൾ സ്ഥാപനത്തിൻ്റെ പേരുണ്ട്, അൽസഫീന എന്ന ഈ സ്ഥാപനത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനം നടപ്പിലാക്കാൻ ഇടപെടും എന്നുള്ളതാണ്. ബേപ്പൂർ BC റോഡ്, കക്കാടത്ത് തീരത്തും ചാലിയം, പട്ടർമാട്, തുരുത്തിലുമാണ് പ്രധാന ഒരു നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നത്. ഫറോക്ക് കരുവൻതിരുത്തിയിലും ഇടവിട്ട് നിർമ്മാണം നടക്കും. ഉരുപ്പണിശാലയിൽ തച്ചൻ, എടത്തുടി സത്യൻ, ഒരു നിർമ്മാണ വിദഗ്ധർ എന്നിവരുമായി മന്ത്രി സംസാരിച്ചു. ടൂറിസം മേഖല ജോയിന്റ് ഡയറക്ടർ D. ഗിരീഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ, DTPC സെക്രട്ടറി Dr. T. നിഖിൽ ദാസ് തുടങ്ങിയവർക്കൊപ്പമാണ് മന്ത്രി സ്ഥലം സന്ദർശിച്ചത്. ACV ന്യൂസ്, കോഴിക്കോട്.